ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ജുള. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സെക്ഷനിലെ വളരെയധികം പ്രാധാന്യമേൽപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിനായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ഭരണഘടന നിർവഹണത്തിലും നിയമങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള നിയമനിർമ്മാണത്തിലുമൊക്കെ നമ്മുടെ ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെയൊക്കെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം, അതായത് കടമെടുത്തിരിക്കുന്നുണ്ട്. അത് നമുക്ക് എഴുതിയേക്കാം. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് അയർലൻഡാണ്. അയർലൻഡ്. എന്തായിരുന്നു മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അയർലൻഡാണ്. നമ്മളിനി ഈ നിർദ്ദേശക തത്വങ്ങളെ പല വിശേഷണങ്ങളുണ്ട്. നിർദ്ദേശക തത്വങ്ങൾക്ക് പല വിശേഷണങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെ വിശേഷണങ്ങളാണ് നൽകിയെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഓക്കെ, ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ചെക്ക് എന്നൊക്കെ പറഞ്ഞതാരെന്നറിയോ? KT ഷായാണ്. ഒരു ബാങ്കിൻ്റെ എന്താ പറഞ്ഞത്? ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ഒരു ചെക്ക്. ഒരു ചെക്ക് എന്ന് പറഞ്ഞത് ആരാണ്? KT ഷായാണ്. അടുത്തത് മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാരിയാണ്. TT കൃഷ്ണമാചാരി എന്താ പറഞ്ഞത്? മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാരിയാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വിശേഷണം നോക്കാം. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് ആരാണ്? KC വെയർ. എന്താ പറഞ്ഞത്? ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് ആരാണ്? KC വെയറാണ്. ഓക്കെ, ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറും എന്ന് പറഞ്ഞത് ആരാണ്? MC ചാംഗ്ല. എന്താ പറഞ്ഞത്? ഒരു സ്വർഗമായി മാറും എന്ന് ഓർത്തിരുന്നു. നമ്മൾ സ്വർഗമായി മാറും, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതായത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലൊരു സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് ആരാണ്? MC ചാംഗ്ലയാണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുടെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ചെക്ക് എന്ന് പറഞ്ഞത് KT ഷായാണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാരി. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് KC വെയറാണ്.
ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് MC ചാംഗ്ലയാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏത് ഭാഗം ചോദിച്ചാൽ ഭാഗം 4ആണ്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഭാഗം 4ആണ്. വകുപ്പ് ചോദിച്ചാൽ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് ഉൾപ്പെടുന്നത്. പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം പഠിച്ചു. അയർലൻഡാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ അത് 4ആണ്. വകുപ്പ് 36 മുതൽ 51 വരെയാണ്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? അത് സ്പെയിനാണ്. സ്പെയിൻ. ഓക്കെ ആണല്ലോ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ അത് 4ആണ്. എന്താണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ? ഭാഗം 4ആണ്. ഓക്കെ. ഭരണഘടനയുടെ 37-ാം വകുപ്പ് അനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങൾ ന്യായവാദത്തിനർഹമല്ല. നമുക്ക് ഈ മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ അതായത് ഒരു പൗരന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പൗരന് കോടതിയെ സമീപിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ മൗലിക അവകാശങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനൊക്കെ സാധിക്കും. ഇനി ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. അപ്പോൾ വകുപ്പ് 36 മുതൽ 51 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഓക്കെ. അതിനു മുന്നേ ആയിട്ട് നിർദ്ദേശ തത്വങ്ങളും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓരോ വകുപ്പുകൾ പഠിക്കുവാണ്. അതിലാദ്യം നോക്കുന്നത് ആർട്ടിക്കിൾ 39A ആണ് നോക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 39A എന്താ പറയുന്നത്? തുല്യനീതി. അതുപോലെ തന്നെ എന്താ പറയുന്നത്? പാവപ്പെട്ടവർക്ക് എന്താണ്? പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണം എന്നനുശാസിക്കുന്ന വകുപ്പാണ് 39A. ഇനി നമ്മൾ നോക്കുന്നത് 39A പഠിച്ചു. ഇനി 39D നോക്കാം. തുല്യ ജോലിക്ക് എന്ത് വേണം? തുല്യവേതനം. തുല്യവേതനം എന്നനുശാസിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 39D ആണ്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 40 ആണ് നോക്കുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ഇതിൽ പറയുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 43 ആണ്. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച്. നെക്സ്റ്റ് 43B പഠിക്കണം നമ്മൾ. ഇമ്പോർട്ടൻ്റ് ആണ്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം.
അപ്പോൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 39A നമ്മൾ പഠിച്ചു. തുല്യനീതി, അതുപോലെ തന്നെ തുല്യനീതിക്കെന്നല്ല തുല്യനീതി, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും ഒക്കെ നൽകണമെന്ന്. തുല്യനീതിയും അതുപോലെ തന്നെ എന്താണ് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39D പറഞ്ഞു തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 40 ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 43 എന്താ പറയുന്നത്? തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെയൊക്കെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത്. 43B പറഞ്ഞു. എന്താണ് 43B? സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. ബി ആട്ടോ, ബി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾ 44 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 44 പറയുന്നത് എന്താണ്? ഏകീകൃത സിവിൽ കോഡ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 45 പറയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണം. സംരക്ഷണം, അതുപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ്. ആർട്ടിക്കിൾ 45 പറഞ്ഞു. ഇനി 47 ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുന്ന, അതുപോലെ തന്നെ മദ്യനിരോധനമൊക്കെ ഉൾപ്പെടുന്നത് ഈ ആർട്ടിക്കിൾ 47 മദ്യനിരോധനം. പിന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പിന്നെന്താണ് പോഷക നിലവാരം, ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്തൽ. പോഷക നിലവാരമുണ്ട്, അതുപോലെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്തൽ. ക്ലിയർ ആയോ? ഓക്കെ, ആർട്ടിക്കിൾ 48 ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവധ നിരോധനം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൃഗസംരക്ഷണം പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആർട്ടിക്കിൾ 49 ആർട്ടിക്കിൾ 49 പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളെയും സ്ഥലങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കൽ. എന്തിനെയൊക്കെയായിരുന്നു? ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കൾ, സ്ഥലങ്ങൾ, ചരിത്ര സ്മാരകങ്ങളെയൊക്കെ എന്താണ്? സംരക്ഷണം. ഇവിടെയൊക്കെ സംരക്ഷണമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 50 പറയുന്നത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം. നീതിന്യായ വിഭാഗത്തെ എവിടെ നിന്നും വേർതിരിക്കണം? കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം. അടുത്തത് ആർട്ടിക്കിൾ 51 അതിൽ പറയുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം. അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇവിടെ സെക്ഷനിൽ പ്രധാനപ്പെട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. മാർഗനിർദ്ദേശക തത്വങ്ങളാണ് നമ്മൾ പഠിച്ചത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇനി മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം
രാജ്യങ്ങളെയും ഇന്ത്യ കടം കൊണ്ട് രാജ്യം ഒരിടത്തൊന്ന് കൈക്കൊണ്ട്, അതായത് കടം കൊണ്ട രാജ്യം ചോദിച്ചാൽ അത് അയർലൻഡാണ്. ഇനി മാർഗനിർദ്ദേശ തത്വങ്ങളെ പല ആൾക്കാർ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാവുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് വിശേഷിപ്പിച്ചത് KC വെയറാണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് വിശേഷിച്ചത് TT കൃഷ്ണമാചാരിയാണ്. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഒരു സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് MC ചാംഗ്ലയാണ്. ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 4 വകുപ്പ് 36 to 51. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം പറഞ്ഞു, അത് സ്പെയിനാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ നമുക്ക് മൗലിക അവകാശങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സമീപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മാർഗനിർദ്ദേശ തത്വങ്ങളിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തൊക്കെയാണ് പറയുന്നതാണ് പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കിയത്. ഇപ്പം നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് അമേരിക്കൻ ചരിത്രകാരനായ ഗ്രാൻവില്ല ഓസ്റ്റിനാണ്. ഇനി ആർട്ടിക്കിൾ 39A ആണ് പറഞ്ഞത്. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് 39A. ആർട്ടിക്കിൾ 39D പറയുന്നത് തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 40 പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണം. 43 തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ചാണ്. ഇന്ന് 43B പറഞ്ഞു. 49 ഒക്കെ താഴോട്ട് പറയാം. അപ്പോൾ 43B പറഞ്ഞത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനമാണ് പറഞ്ഞത്. 44 ഏകീകൃത സിവിൽ കോഡാണ്. 45 പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ നൽകണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 45 പറഞ്ഞു. 47 പറയുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം സംബന്ധിച്ചും അതുപോലെ തന്നെ മദ്യനിരോധനമൊക്കെ ഉൾപ്പെടുത്തുന്ന ഈ ആർട്ടിക്കിളിലാണ്. 48 മൃഗസംരക്ഷണവും ഗോവധ നിരോധനവുമാണ് പറയുന്നത്. 48A പറയുന്നത് 48A നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലേ? ഓക്കെ, ഇവിടെ ചേർക്കാം. 48A ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്നത് വന്യമൃഗ സംരക്ഷണമൊക്കെയാണ്. വന്യമൃഗ സംരക്ഷണം ഓർത്തിരിക്കുക. 48ൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. 48 എന്തായിരുന്നു പറഞ്ഞത്? ഗോവധ നിരോധനവും അതുപോലെ മൃഗസംരക്ഷണവുമാണ്. അപ്പോൾ ഈ ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യം ഇതിൻ്റെ സംസ്ഥാനം കൂടി അറിഞ്ഞിരിക്കണം. അത് ഗുജറാത്താണ്. ഗുജറാത്ത്. ആർട്ടിക്കിൾ 49 എന്താ പറയുന്നത്? ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കൾ, സ്ഥലങ്ങൾ, ചരിത്ര സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കണം. ആർട്ടിക്കിൾ 50 പറയുന്നത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണം എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ്. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയൊക്കെ ഉന്നമനമാണ് പറയുന്നത്. 48A വന്യമൃഗ സംരക്ഷണമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ഉറപ്പായിട്ടുമുള്ളൊരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.